കെവിൻ ഗോവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ മുൻകൂട്ടിയുള്ള ആശംസകൾ നേരുന്നു. പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ആൻസിലങ്ങൾ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ബെൻസൻ, സെക്രട്ടറി ഷൈനി ചേച്ചി, മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സെന്റ് സെബാസ്റ്റ്യൻ കുടുംബാംഗങ്ങളെ, നമ്മുടെ ക്രിസ്മസ് ഇന്ന് രാവിലത്തെ ദിവ്യബലിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു അനുഭവമായി മാറുമ്പോഴാണ് നമുക്ക് ക്രിസ്മസ് യഥാർത്ഥമാകുന്നത്. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടി സന്തോഷിക്കുമ്പോൾ അത് നല്ലൊരു സന്തോഷത്തിന്റെ അനുഭവമായിട്ട് എല്ലാവർക്കും തീരട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. നമ്മൾ അച്ഛൻ വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ട് അച്ഛന് വരാനായിട്ട് അസൗകര്യമുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും നമ്മളുടെ ആനിമേറ്റേഴ്സ് കുറച്ച് നേരം കഴിയുമ്പോൾ ജാക്സൺ സാറ് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വരുമ്പോഴും മറ്റു പരിപാടികൾ നമ്മൾ ആരംഭിക്കും. എങ്കിലും നമുക്ക് ഔദ്യോഗികമായിട്ട് നമ്മുടെ പരിപാടികൾ നമ്മൾ തുടങ്ങുകയാണ്. മനോഹരമായിട്ടുള്ള ഈ സായം സന്ധ്യയിൽ ഇന്ന് നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആൻസൽ അങ്കിളിനെ, പ്രസിഡന്റിനെ എല്ലാവരുടെ പേരിൽ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ക്രിസ്മസിന്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് ബെൻസൻ മനോഹരമായുള്ള സ്റ്റേജും മറ്റു കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളൊക്കെ തിരക്കുണ്ടായിരുന്നിട്ടും ഇതിനുവേണ്ടി പ്രയത്നിച്ചു. ബെൻസനെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഷൈനി ചേച്ചിയും അതുപോലെ മറ്റുള്ള എല്ലാ ഭാരവാഹികളെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം സന്തോഷത്തിന്റെ ഒരു അനുഭവമായി മാറാനായിട്ട് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ മനോഹരമായ ക്രിസ്മസ് ആഘോഷം നടത്തുവാനായിട്ട് ഈ ഭവനം, നമ്മളെ പോൾ തയ്യലിന്റെ കുടുംബം വളരെ സ്നേഹത്തോടുകൂടി ഹൃദയ വിശാലതയോടുകൂടി എല്ലാ ഒരുക്കങ്ങളും അവര് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭവനം നമുക്ക് വേണ്ടി തന്ന പോൾ തയ്യൽ ചേട്ടനും അതുപോലെ തന്നെ അത് പ്രിയ സഹധർമ്മിണിക്കും ഒപ്പം അവരുടെ മക്കൾക്കും പ്രത്യേകമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയില് ഔദ്യോഗികമായിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി അവർക്ക് വേണ്ടി അവസാനം പറയുമെങ്കിലും ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വന്നാൽ മതി എന്നതാണ്. അപ്പൊ അവർക്ക് ഒരു ഹൃദയത്തിന്റെ നാമത്തിൽ നന്ദി പറയുകയും ഒപ്പം ഇന്ന് വന്ന എല്ലാവർക്കും ഇവിടെ ആങ്കറിംഗ് ഒക്കെ മനോഹരമായിട്ട് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കാത്രീനെയും ലീബനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇവിടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ക്രിസ്മസ് മെസ്സേജ് നൽകുന്നതിനായി ആൻസിലങ്ങളെ ക്ഷണിക്കുന്നു. യേശുവിൽ സ്നേഹമുള്ള എൻ്റെ സഹോദരന്മാരെ, ആദ്യമായിട്ട് ഞാൻ ക്രിസ്മസിന്റെ വിഷ് യു ഓൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ബ്രൈറ്റ് ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് ഈ കൂട്ടായ്മ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇതിൽ പങ്കുകൊള്ളാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ മാസം ഒന്ന് ഹോസ്പിറ്റലൊക്കെ 2 ദിവസം അടുപ്പിച്ച് പോയി കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് ഡൗട്ടായിരുന്നു ഞാൻ തിരിച്ചു വരുമോ. പിന്നെന്താ വെച്ചാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, എനിക്കിവിടെ വന്ന് കൂടാനുള്ളൊരു ഭാഗ്യം. എനിക്കത് കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആലോചിച്ച് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പോകേണ്ട ഒരാളായിരുന്നു. തിരിച്ച് കർത്താവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി. യേശുവേ കർത്താവേ. ഒന്ന് രണ്ടാമത്തെ എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കാത്ത സമയത്താണ് നമ്മുടെ പ്രസിഡന്റായിട്ട് വരുന്ന കെവിൻ ഇവിടെ എത്തിയത്. ഇന്ന് കാലത്ത് ഞാൻ പള്ളിയിൽ ചെന്നപ്പോ കെവിൻ എന്നെ പൊറോട്ട അടിച്ച്. അപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോ കെവിൻ
അപ്പൊ 2 ദിവസം മുമ്പ് കെവിന്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു, കെവിനൊക്കെ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഡൗട്ടാണ്, വിസ കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞാള് ഞാൻ നോക്കുമ്പോ എനിക്ക് ഒറ്റ. അപ്പൊ തന്നെ എനിക്ക് ഹാപ്പിയായി. എന്നുവെച്ചാൽ കെവിൻ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഒരാള് പുറത്ത് ജോലി ചെയ്യണ്, അയാൾക്കൊരു ഹാപ്പി ആവില്ല. ഇവിടെ വന്നു കൂടും, നമ്മുടെ കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോ അയാൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നേലും കൂടുതൽ ഹാപ്പി കെവിനാണ്. എന്താ വെച്ചാൽ വന്ന് ഈ കൂട്ടായ്മയിൽ കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ഞാൻ എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി പറയണേ. നമുക്ക് ഇങ്ങനൊരു അവസരം തന്ന ഈ വീട്ടുകാരോടും എല്ലാവരോടും ഞാൻ അങ്ങേറ്റം നന്ദി പറയണേ. എനിക്ക് പ്രത്യേകിച്ച് എനിക്കിപ്പോഴും എനിക്ക് ശക്തിയില്ലേ എന്നുവെച്ചാൽ മരുന്ന് കഴിക്കണ്ട്. ഈ മരുന്ന് കഴിക്കുന്തോറും എനിക്കിട്ട് പണി തന്നുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഞാനത് ഇങ്ങനെ സഹിച്ചിട്ട് പോകും. Anytime God will call us, we have to go, no problem. But still I am waiting, God, don't call me now. എനിക്ക് എന്റെ കുഞ്ഞുമക്കളെ ഒന്ന് കണ്ടിട്ട് പോകല്ലാന്ന് വെച്ചിട്ടാണ്. ഈ കൂട്ടായ്മയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. എനിക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും വീണ്ടും യേശുവിന്റെ നാമത്തിൽ നമ്മളുടെ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആശംസകൾ വീണ്ടും നിറവേറുന്നു. എല്ലാവർക്കും സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് പ്രസിഡന്റ് ആൻസൽ അങ്കിൾ, മറ്റു ഭാരവാഹികളെ, PCC സെക്രട്ടറി ജൂലി ആന്റി, സെന്റ് സെബാസ്റ്റ്യൻ കുടുംബാംഗങ്ങളെ, നമ്മൾ ഏറ്റവും സന്തോഷത്തിന്റെ ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ. നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം പകർന്നിരുന്ന വലിയൊരു അനുഭവം തന്നെയാണ്. നമുക്ക് ഡിസംബർ 1-ാം തീയതി ആകുമ്പോഴത്തേന് നമ്മളെല്ലാവരും ക്രിസ്മസിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ആ ഒരുക്കങ്ങൾ ആദ്യമേ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്രിസ്മസ് നമ്മളെ കുറേയധികം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുനാളാണ്. നമ്മുടെ ഉദ്ദേശിച്ചിനെ പിറവി തിരുനാൾ എന്നതിലുപരി കുറേയധികം കാര്യങ്ങൾ ക്രിസ്മസ് നമുക്കായിട്ട് പകർന്നു നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് നിങ്ങളുടെ വീട്ടിൽ തൂക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നക്ഷത്രം. പിന്നീട് അടുത്തത് എന്താണ്? പുൽക്കൂട്. പിന്നെ വീട് വൃത്തിയാക്കും. അത് ഓക്കെ, ക്രിസ്മസിനോടനുബന്ധിച്ച്. അപ്പൊ നക്ഷത്രമായി പുൽക്കൂടായി. അടുത്തത് ക്രിസ്മസ് ട്രീ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പലഹാരമുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങളും അല്ലെ നമ്മുടെ ഈ ക്രിസ്മസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യം തന്നെ നക്ഷത്രം അല്ലെ. നക്ഷത്രം നമ്മുടെ എല്ലാ വീടുകളുടെയും മുമ്പില് ക്രിസ്മസിനോടനുബന്ധിച്ച് നക്ഷത്രം തൂക്കിയിടുന്നു. അപ്പോ ആ ഒരു പ്രവൃത്തിയിലൂടെ നമ്മളൊരു വലിയൊരു പ്രഘോഷണമാണ് നടത്തുന്നത് അല്ലെ. ഉണ്ണിയേശുവിന്റെ തിരുനാളിനായി ഞാനും എന്റെ കുടുംബവും ഒരുങ്ങി കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന വലിയൊരു ഇതാണ് നമ്മുടെ നക്ഷത്രം. അപ്പൊ ഈ നക്ഷത്രം ക്രിസ്മസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഉണ്ണിയേശു ജനിച്ചത് ആദ്യമായിട്ട് കണ്ടതാണ് ആട്ടിടയന്മാർ അല്ലെ. അവർക്കാണ് ഉണ്ണിയേശുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്, ആദ്യമായിട്ട് കാണാനുള്ള. അതിനുശേഷം പിന്നീട് ഉണ്ണിയേശുവിനെ കാണാൻ വരുന്നതാരാണ്? പൂജരാജാക്കന്മാർ അല്ലെ. ജ്ഞാനികളായിട്ടുള്ള പൂജരാജാക്കന്മാർ. അപ്പൊ അവര് ഏത് ദേശത്തു നിന്നാണ് വന്നത് അല്ലെ? വിദൂര ദേശത്തു നിന്നാണ് അവരെത്തുന്നത്. അപ്പോ അവര് ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് വളരെ നേരത്തെ ഇറങ്ങി തിരിച്ച് ആൾക്കാരാണ്. പക്ഷെ അവര് വിദൂര ദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഉണ്ണിയേശുവിനെ കാണാൻ വേണ്ടി നയിച്ചത് എന്താണ് അല്ലെ? ഒരു വാൽ നക്ഷത്രമാണ് ഈ 3 ജ്ഞാനികളായിട്ടുള്ള പൂജരാജാക്കന്മാര് ഉണ്ണിയേശുവിന്റെ അടുത്തേക്ക് നയിച്ചത്. അപ്പൊ ഇവര് ഇടയ്ക്ക് വെച്ച് ഈ നക്ഷത്രം പെട്ടെന്ന് മാഞ്ഞു പോകുന്നതായിട്ട് പറയുന്നത് അല്ലേ? എവിടെ വെച്ചാണ്? ഇവരിങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നക്ഷത്രം. അപ്പൊ ഈ നക്ഷത്രം ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു GPS ആണ് നക്ഷത്രം. നമ്മളെല്ലാവരും ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എന്താ ചെയ്യുന്നത്?
അല്ലെ GPS ഓൺ ചെയ്ത് അല്ലെ നമ്മൾ ആ ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ യാത്ര പോകുന്ന പോലെ അന്ന് പൂജ്യരാജാക്കന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു GPS ആണ് ഈ നക്ഷത്രം. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ഈ നക്ഷത്രം മാഞ്ഞു പോകുന്നു. പിന്നീട് ഇവര് വഴിതെറ്റിയപ്പോഴും ഇവർക്ക് ഒരു ഇത് തോന്നി, ഹേറോദേസിന്റെ കൊട്ടാരത്തിൽ പോയാൽ അറിയാൻ പറ്റും യക്ഷരൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് ഹേറോദേസിന്റെ കൊട്ടാരത്തിലെത്തുന്നു, മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുന്നു. അപ്പൊ ഹേറോദേസ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇവരെന്ത് ആവശ്യമായിട്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോ പറയും, ഈ നാട്ടിലെ ഈ രാജ്യത്ത് അല്ലെ രക്ഷകൻ ജനിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ രക്ഷകനെ കണ്ട് വന്നിച്ച് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയും. അപ്പോ ഹേറോദേസ് പെട്ടെന്ന് ഹേറോദേസിന് എന്താണ് ആദ്യം പറയും, ഞാനിവിടെ ഇത്രയും വലിയ രാജാവായിട്ടിരിക്കുമ്പോ ഇവിടെ ഒരു രക്ഷകൻ അവതരിക്കുകയോ. അപ്പോ പക്ഷെ അത് പുള്ളി അനിഷ്ടമൊന്നും കാണിക്കാതെ അവരുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഏതായാലും രക്ഷകനെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പറയണം, എനിക്ക് പോയി അല്ലേ ഉണ്ണി പിറന്ന രക്ഷകനെ കണ്ട് വണങ്ങാനാണെന്ന് പറയുന്നത്. പക്ഷെ നല്ല ദേശത്തോടെയായിരുന്നോ? അല്ല. അപ്പോ ഹേറോദേസ് അങ്ങനെ പിന്നീട് ഇവർ യാത്ര പോകുന്നു. വീണ്ടും നക്ഷത്രം ഇവർക്ക് വഴിയായിട്ട് വരുന്നു. പിന്നെ നക്ഷത്രം ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? അല്ലെ ഉണ്ണീസ് ജനിച്ച പുൽക്കോടിന് സമീപത്തായി. അപ്പോ ആ ഒരു വലിയ വാൽനക്ഷത്രം നയിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ക്രിസ്മസും ഈ നക്ഷത്രവും തമ്മിലുള്ള ബന്ധം. അപ്പോ പിന്നീട് ഈ പൂജ്യരാജാക്കന്മാര് ഉണ്ണീശുവിനെ കണ്ടിട്ട് തിരിച്ച് ഹേറോദേസിനെ കാണാൻ പോകുന്നുണ്ടോ? ഇല്ല. മാലാഖമാര് പറഞ്ഞ് നിങ്ങളിനി ഹേറോദേസിന്റെ കൊട്ടാരത്തിലുള്ള വഴിയെ പോകണ്ട, മറ്റൊരു വഴിയെ നിങ്ങളുടെ ദേശത്തേക്ക് പോകാൻ പറയുന്നു. അതിനുശേഷം ഇവരങ്ങനെ പോകുന്നു. അതിന് ഹേറോദേസ് അല്ലെ ഈ രക്ഷകൻ എവിടെയാണ് പിറന്നിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഹേറോദേസ് വലിയൊരു ഉത്തരവിടുകയാണ് ചെയ്തത്. എന്താ ചെയ്തത്? 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളയാൻ വേണ്ടി. അപ്പൊ ആ കൂട്ടത്തിൽ ഹേറോദേസിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അപ്പൊ ഉണ്ണീശു ജനിച്ച അവസരത്തില് കുറേയധികം പിഞ്ചു കുട്ടികളും രക്തസാക്ഷികളായിട്ട് മാറുന്നു. അപ്പൊ നമ്മളുടെ ഈ ഒരു വാൽനക്ഷത്രം ഈ ക്രിസ്മസുമായിട്ടുള്ള ബന്ധമായിട്ടാണ് നമ്മൾ ഈ നക്ഷത്രം നോക്കുന്നത്. അതേപോലെ തന്നെ പുൽക്കോട് എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഒരു വിശുദ്ധനാണ്. ഏത് വിശുദ്ധനാണെന്ന് അറിയാമോ? യെസ്, വെരി ഗുഡ്. ഫ്രാൻസിസ് അസീസി ആണ്. അത്തരം അസീസിയിലുള്ള അല്ലെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അന്നത്തെ ആ ഉണ്ണീശു ജനിച്ച ആ ഒരു സംഭവം പുനരാവിഷ്കരിക്കുന്ന ഒരു പരിപാടി അവിടെ അറേഞ്ച് ചെയ്തു. അത് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് ആ പ്രദേശത്തെ എല്ലാവരും ഇന്നത്തെ ക്രിസ്മസുകളിലൊക്കെ ഈ പുൽക്കൂട് വെക്കുന്ന പരിപാടി തുടങ്ങി. അതാണ് ഇന്ന് നമ്മളെല്ലാവരും ഫോളോ ചെയ്ത് പോരുന്നത്. പിന്നെ അടുത്തതാണ് ക്രിസ്മസ് ട്രീ അല്ലെ. ഈ നക്ഷത്രമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റിയതാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ ആദ്യമായിട്ട് എവിടെയാണ് എന്നായെന്ന് പറയാമോ? അയർലൻഡ് ആണ് അല്ലെങ്കിൽ ജർമ്മനി ആണെന്നാണ്. അയർലൻഡ് അല്ലെങ്കിൽ ജർമ്മനി ഏതെങ്കിലും ഈ ഒരു നോക്കാറുണ്ട്. അപ്പൊ അവിടെ ഈ ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നക്ഷത്രത്തോടൊപ്പം ഈ ക്രിസ്മസ് ട്രീയും അല്ലെ അലങ്കാരത്തോടെ വെക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്രിസ്മസുമായിട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് അല്ലെ, ക്രിസ്മസിന് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം എന്താണ്? സ്ത്രീകളെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു കേക്കും വൈനും. കേക്കിന് നിങ്ങൾ ഏത് കേക്കാണ് സാധാരണ ക്രിസ്മസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്ലം കേക്കാണ് അല്ലെ. ഇപ്പൊ പലതരത്തിലുള്ള ഫ്ലേവറിലുള്ള കേക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പ്ലം കേക്കിന്റെ പ്രത്യേകത എന്താണ്? പ്ലം കേക്ക് കുറേയധികം മിക്സഡ് ഫ്രൂട്ട്സിന്റെ അല്ലെ ഒരു മിക്സ്ചറാണ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആ വലിയ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അല്ലെ. സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സഹനത്തിന്റെ അല്ലെ കൂട്ടായ്മയുടെയൊക്കെ വലിയൊരു ഇത് ഓരോ ക്രിസ്മസ് കേക്കിലൂടെയും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോ ഈ ക്രിസ്മസിന് നിങ്ങളോട് പറയാനുള്ളൊക്കെ കാര്യമുള്ളൂ, നമ്മളെല്ലാവരും ഓരോ നക്ഷത്രമായിട്ട് മാറുവാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഉണ്ണിയേശുവിനെ കാണുവാമെന്ന പൂജരാജാക്കന്മാർക്ക് വഴികാട്ടിയായിത്തീർന്ന ആ നക്ഷത്രം പോലെ നമ്മളെല്ലാവരും
ഓരോ നക്ഷത്രമായിട്ട് മാറുക, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുവാനും അവരെ സഹായിക്കുവാനും അല്ലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട് മാറുവാനൊക്കെയുള്ള വലിയ അനുഗ്രഹം ഓരോ ക്രിസ്മസിലൂടെയും നമുക്ക് ലഭിക്കണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ബാഹ്യമായിട്ടുള്ള ആഘോഷം മാത്രമായിട്ട് പോകും. അപ്പൊ നമ്മളെല്ലാ വീടുകളിലും ഉണ്ണിയേശുവിന്റെ പുൽക്കൂടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പുൽക്കൂട് അല്ലെ അവിടെ അങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈ ഉണ്ണിയേശു വന്ന് പിറന്നിട്ടുണ്ടെങ്കിൽ ഓരോ ക്രിസ്മസും നമുക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഇല്ല സാധാരണ ഒരു ആഘോഷം പോലെ ക്രിസ്മസ് നമ്മൾ മാറിപ്പോകും. അപ്പോ ഈ വരുന്ന ക്രിസ്മസ് എല്ലാവർക്കും അല്ലെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു പിറക്കുവാനും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു നക്ഷത്രമായിട്ട് മാറുവാനുമുള്ള വലിയൊരു ദൈവാനുഗ്രഹം എല്ലാവർക്കും നേർന്നുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ അറിയിക്കും. മെസ്സേജ് നൽകുന്നതിനായി ജൂലിയാനെ ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞു ക്രിസ്മസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മള് ഈ 1-ാം തീയതി നമ്മള് സ്വീകരിക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥന നോക്കിയിട്ടുണ്ട്, ഉപസിക്കുന്നവരുണ്ട്, വെച്ച് കൊണ്ടുവരുന്നത്, അങ്ങനെ പലതരത്തിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൈവത്തോടുകൂടി നമ്മളുടെ മൗനത്തിലേക്ക് നമ്മൾ ദൈവങ്ങളിലേക്ക് ഈശോ കടന്നുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ ഇഷ്ടപ്പെടുകയും ഗുരുകളുടെയും എല്ലാവരുടെ ആശംസകളും സെബാസ്റ്റ്യൻ യൂണിറ്റ് വിപുലമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ. പ്രദേശത്തിന്റെ ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്നവരിലും നിങ്ങളുടെ കൂടെയുള്ള മക്കളും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. Merry Christmas and a Happy New Year. Good tidings we bring to you and from